ശ്രീജിത്ത് അപ്രതീക്ഷിതമായി ഉണ്ടായ തോൽവിയുടെ ആഘാതം LDF-നെ പിടിച്ചുലച്ചിട്ടുണ്ട്. UDF കാര്യമായ നേട്ടമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ, കോട്ടയം ഉൾപ്പെടെയുള്ള മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെ എന്നാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊളയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒക്കെ കാര്യമായി തിരിച്ചടിച്ചു എന്ന് വേണ്ടേ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ, മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച്? ശ്രീജ, തീർച്ചയായും അത്തരം വിഷയങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനൊക്കെ ഉയർത്തി നൽകിക്കൊണ്ട് എല്ലാ തുടർ ഭരണത്തിനുള്ള എല്ലാ കളവും ഒരുക്കി ഈ ക്ഷേമ പെൻഷൻ പെൻഡിംഗ് ഉള്ളതെല്ലാം തീർത്ത് മുന്നേറിയ ഒരു ഇടതുമുന്നണിക്ക് ഏറ്റ വലിയ ആഘാതമാണ്. ഇടതുമുന്നണിക്ക് ആഘാതം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ UDF-നും ചില തരത്തിൽ ആഘാതം ഉണ്ടാകുന്നുണ്ട്. അതായത് ഇത്ര വലിയൊരു വിജയം എന്നുള്ളത് അവർ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. ഇന്നലെ തന്നെ UDF-ന്റെ പല ജില്ലാ നേതാക്കളും ചൂണ്ടിക്കാണിച്ചത് പാലാ നഗരസഭയൊന്നും ഞങ്ങൾക്ക് കിട്ടില്ല എന്നായിരുന്നു. അവർ അങ്ങനെ പരസ്യമായി പല മാധ്യമങ്ങൾക്കും അഭിമുഖം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയാണ് അവരെ കൂടി ഞെട്ടിച്ചുകൊണ്ട് പാലാ നഗരസഭ ഉൾപ്പെടെ പിടിക്കാൻ കഴിയുന്ന നിലയിലേക്ക് UDF-ന് സാഹചര്യം ഉരുത്തിരിഞ്ഞത്. ഒരുപക്ഷെ 6 നഗര ഭരണങ്ങളിൽ കഴിഞ്ഞ തവണ UDF-ന് മേൽക്കൈയുണ്ടായിരുന്നു. അത് ഇത്തവണയും ഏതാണ്ട് തുടരുന്നു നഗരഭരണങ്ങളിൽ എന്ന് തന്നെ തിരിച്ച് പറയാൻ പറ്റും. ചങ്ങനാശ്ശേരിയിലൊക്കെ ത്രിശങ്കുവാണ്. പക്ഷേ എങ്കിലും സ്വതന്ത്രന്മാരുടെ പിന്തുണയോടെ UDF തന്നെ ഭരണം ഉറപ്പിക്കും. പാലായിൽ ബിനു പുളിക്കകണ്ഠം ഉൾപ്പെടെയുള്ളവരുടെ സ്വതന്ത്ര കൂട്ടായ്മ നിർണായകമാകുകയും ചെയ്യും. മറ്റിടത്ത് UDF തന്നെയാണ്. പഞ്ചായത്തുകളിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ 50-ലധികം പഞ്ചായത്തുകൾ ഇടതുപക്ഷം വിജയിച്ചെങ്കിൽ ഇത്തവണ 45-ലേക്ക് UDF എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 11-ൽ 10 LDF ബ്ലോക്ക് പഞ്ചായത്ത് പിടിച്ചെങ്കിൽ ഇത്തവണ അത് തിരിച്ചായിരിക്കുന്നു. 2 എണ്ണം മാത്രമാണ് LDF-നുള്ളത്. ജില്ലാ പഞ്ചായത്തുകളിലും മൃഗീയമായ ഭൂരിപക്ഷം 16 സീറ്റ്, 23-ൽ 16 സീറ്റും ലഭിച്ചിരിക്കുന്നത്. അതായത് കേരള കോൺഗ്രസുകൾ കൂടുതൽ സീറ്റ് പിടിച്ചെടുത്ത് നടന്നൊരു തെരഞ്ഞെടുപ്പാണ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ചത് കേരള കോൺഗ്രസിനായിരുന്നു. 10 സീറ്റിലാണ് അവർ മത്സരിച്ചത്. പക്ഷേ 4 എണ്ണത്തിൽ മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. 1200-ൽ പരം സീറ്റുകൾ, ഒരുപക്ഷെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ സീറ്റെണ്ണത്തോടുകൂടി LDF അവരെ കാര്യമായി കൈയഴിഞ്ഞ് സഹായിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷെ അവിടെയാണ് വലിയ തോൽവിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. ഇത് കേവലം കോട്ടയത്തിൻ്റെ ഒരു കാര്യം മാത്രമല്ല, അത് പത്തനംതിട്ട എടുത്താലും ഇടുക്കി എടുത്താലും കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പ്, നേരത്തെ സജിത്ത് പറഞ്ഞതുപോലെ മധ്യ കേരളം UDF-നെ കൈവിടുന്ന നിലയാണ് പലപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് ആശ്വാസം കിട്ടുന്നൊരു വിജയം തന്നെയാണ് ഈ ജില്ലകളിലൊക്കെയും ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്ത് സീറ്റെണ്ണം കോട്ടയം മാത്രം എടുത്താൽ ജോസഫ് ഗ്രൂപ്പിനും 4 സീറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 7 സീറ്റിൽ മത്സരിച്ച് അവർ 4 ജയിച്ചു. കേരള കോൺഗ്രസ് എം 10 സീറ്റിൽ മത്സരിച്ചെടുത്താണ് 4 ജയിക്കാൻ കഴിഞ്ഞത്. ഇപ്പുറത്ത് കോൺഗ്രസിന് കേരള കോൺഗ്രസ് എം ഇല്ലെങ്കിലും വിജയിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളത് പല ഡിവിഷനുകളും, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, ബ്ലോക്ക് ഡിവിഷനുകൾ അടക്കം തെളിഞ്ഞു എന്നുള്ളതാണ് അവിടെ ഒരു രാഷ്ട്രീയ വിജയമായി എടുത്ത് കാണുകയും ചെയ്തത്. പലയിടത്തും കഴിഞ്ഞ തവണ കോട്ടയം നഗരസഭയൊക്കെ കൈവിട്ടു പോയതാണ്. ഇത്തവണ LDF പിടിക്കുമെന്ന് പറഞ്ഞ നഗരസഭയാണ്. പക്ഷേ അവിടെ വളരെ കാര്യമായ ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് പോകുന്ന, ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന NCPയുടെ സംസ്ഥാന അധ്യക്ഷ ലതിക സുഭാഷൊക്കെ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. പുതുപ്പള്ളിയിൽ കഴിഞ്ഞ തവണ ഏതാണ്ട് ഭൂരിപക്ഷം 2 പഞ്ചായത്ത് ഒഴികെ ബാക്കിയെല്ലാം LDF ആയിരുന്നു. അവിടെ ഇത്തവണ ഒന്നൊഴികെ ബാക്കിയെല്ലാം പിടിക്കുന്ന നിലയിലേക്ക് UDF എത്തുന്നു. അങ്ങനെ പരമ്പരാഗത കോട്ടകൾ സംരക്ഷിക്കുന്നു UDF-ന് എന്നുള്ളതാണ്. BJP-യെ സംബന്ധിച്ച് ഒരു പരിധിവരെ PC ജോർജിന്റെ വരവ് ചിലയിടത്ത് ഗുണമായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പിടിക്കുന്നു. ഈരാറ്റുപേട്ട ബ്ലോക്ക് ഡിവിഷനിൽ 2 ഡിവിഷനുകൾ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് BJP-ക്ക് എന്നുള്ളത് ആദ്യത്തെ ഒരു അനുഭവമാണ്. അയ്മനം പഞ്ചായത്ത് പിടിക്കാൻ കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ശക്തി കേന്ദ്രമായ പള്ളിക്കത്തോട് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് BJP-യെ ഞെട്ടിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ മുത്തോലി സ്വാഭാവികമായും പോകും, കാരണം വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ BJP കണക്കിൽ എടുത്തിരുന്നതാണ്. മറ്റു പലയിടത്തും വലിയ ഭൂരിപക്ഷം, വലിയ നേട്ടമുണ്ടാകുമെന്ന് BJP കരുതിയെടുത്ത് ക്രൈസ്തവ സ്വാധീനമാണല്ലോ പ്രധാന കഴിഞ്ഞ കുറെ കാലമായി BJP ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യം. അവിടെയൊക്കെ ചങ്ങനാശ്ശേരിയിൽ വളരെ കൗതുകകരമായി തോന്നിയത് പെരുന്ന ഈസ്റ്റ്, മന്നനഗർ, പെരുന്ന അമ്പലം, പനച്ചിക്കാവ് ക്ഷേത്രം, പെരുന്ന വെസ്റ്റ് എല്ലാം NDA-ക്കാണ്. അതായത് NSS ആസ്ഥാനത്ത് NSS ഇത്തവണ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ NSS ആസ്ഥാനം ഇരിക്കുന്നതിന്റെ ചുറ്റുഭാഗം മുഴുവൻ NDA-ക്ക് പോയിരിക്കുന്നു.
തീർച്ചയായും അതൊരു നായർ വോട്ട് ബാങ്ക് ഉള്ള ഒരു കേന്ദ്രം കൂടിയാണ്. ഒരുപക്ഷെ NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാട് ഫലത്തിൽ തള്ളപ്പെടുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ഈ പെരുന്നയിലെ തന്നെ ആണ് ചില കരയോഗാംഗങ്ങളൊക്കെ രാജിവെക്കുന്ന സാഹചര്യം പോലും അന്ന് നമ്മൾ വാർത്തകൾ നൽകിയതാണ് NSSന്റെ നിലപാടിൽ. അതായത് NSS ആസ്ഥാനം ഇരിക്കുന്ന ആസ്ഥാനത്തിന് ചുറ്റിനുമുള്ള വാർഡ് മുഴുവൻ BJP തൂത്തെടുത്തിരിക്കുന്നു. സമീപകാലത്തല്ല ഒരു തെരഞ്ഞെടുപ്പിലും BJPക്ക് 8 സീറ്റിൽ എത്തിയിട്ടില്ല. അതായത് അവിടെ LDFന് 9 സീറ്റേ ഉള്ളൂ. തൊട്ടിപ്പുറത്ത് പ്രതിപക്ഷമാകാൻ കഴിയുന്ന നിലയിലേക്ക് NDA 8 സീറ്റുമായി അവിടെ എത്തുന്നു എന്നുള്ള കൗതുക കാഴ്ചകൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. ശ്രീജ. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. കോട്ടയത്ത് 6 നഗരസഭകളിൽ ഫലത്തിൽ 4 എണ്ണത്തിൽ UDF മുന്നിലുണ്ട്. 2 എണ്ണത്തിൽ സ്വതന്ത്രരുടെ പിന്തുണ കൂടിയുണ്ടെങ്കിൽ ആ 2 എണ്ണം കൂടി ഭരിക്കാം എന്നുള്ള സ്ഥിതിയാണുള്ളത്. മധ്യ കേരളത്തിൽ ഏറ്റവും പ്രകടമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ചർച്ചയായി എന്ന് നമുക്ക് പരിശോധിക്കാവുന്ന ഒരു ലിറ്റ്മസ് ടെസ്റ്റ് നടത്താവുന്ന ഒരു ഫലമാണ് കോട്ടയത്തേത്. ഇനി നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. ആജ്ഞ, കൊച്ചി ഒരു പരമ്പരാഗതമായി കോൺഗ്രസിന്റെ കോട്ടയാണ് എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആ കോട്ട വളരെ ശക്തമായ രീതിയിൽ കൊടി ഉയർത്തിക്കൊണ്ട് തന്നെ UDF നിൽക്കുന്ന ഒരു കാഴ്ച. പക്ഷെ അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്ന്, തൃപ്പൂണിത്തറ നഗരസഭ NDA ഭരിക്കുന്നു, NDA ഭരിക്കാൻ പോകുന്നു എന്നൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. എങ്ങനെയാണ് കൊച്ചി കോർപ്പറേഷനിലെ ഒപ്പം എറണാകുളം ജില്ലയിലെ ഫലം? ശ്രീജ, പ്രധാനമായും ശ്രീജ ചൂണ്ടിക്കാണിച്ചതുപോലെ NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരിക്കുകയാണ് തൃപ്പൂണിത്തറ നഗരസഭയിൽ എന്നുള്ളതാണ്. 21 സീറ്റുകളാണ് NDA ഈ നഗരസഭയിലേക്ക് നേടിയിട്ടുള്ളത്. തൊട്ടു പിന്നാലെ LDF ഉണ്ട്. LDF 20 സീറ്റുകളുമായി തൊട്ടു പിന്നാലെയുണ്ട്. UDFന് 12 സീറ്റുകളുമാണ് ലഭിച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഇത് LDF UDF ഒരു അലയൻസ് വന്നാൽ മാത്രമേ ഇവിടെ LDFനോ അതല്ലെങ്കിൽ മറ്റൊരു കക്ഷി ഭരണം കിട്ടാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ ഇവിടെ ഒറ്റകക്ഷി, ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഒറ്റ സീറ്റിന്റെ വ്യത്യാസത്തിലാണ് BJP നിൽക്കുന്നതെങ്കിലും ഭരണം BJPക്ക് തന്നെ ലഭിക്കാനുള്ള സാധ്യത 99% ഉണ്ട് എന്ന് വേണം വിലയിരുത്താൻ ഈ കാര്യത്തിൽ. അത് മാത്രമല്ല, കോർപ്പറേഷന്റെ കാര്യമെടുക്കുമ്പോൾ തന്നെ കോർപ്പറേഷനിൽ 46 സീറ്റാണ് UDF നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ 20 സീറ്റ് മാത്രമേ LDFന് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതേ സമയത്ത് തന്നെ അതിലെ 6 എണ്ണം NDA നേടിയിട്ടുണ്ട്. അതേഴ്സ് 4 മറ്റുള്ളവർ 4 നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പഞ്ചായത്തിന് കണക്ക് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് 66 പഞ്ചായത്തുകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. LDFന് അതേസമയത്ത് 84 പഞ്ചായത്തുകളിൽ 66 എണ്ണവും UDFന്റെ ഒപ്പമാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. LDF അതേസമയം 7 പഞ്ചായത്തുകൾ മാത്രമേ പിടിച്ചെടുത്തിട്ടുള്ളൂ. ഇതിൽ ഈ പഞ്ചായത്തുകളുടെ ഭരണം പറയുമ്പോഴാണ് അതിനോടൊപ്പമായിട്ട് 2020യുടെ കാര്യം കൂടി പറയേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ 5 പഞ്ചായത്തുകൾ ഭരിച്ചിട്ട് 2020 ഇത്തവണ 3 ആയിട്ട് ചുരുങ്ങേണ്ടി വന്നത്. സ്വാധീന മേഖലകളിൽ 2020ക്ക് തിരിച്ചടി ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് കുന്നത്തുനാട്, മഴുവന്നൂർ പഞ്ചായത്തുകൾ 2020യുടെ കയ്യിൽ നിന്ന് പോയി. അത് പൂർണ്ണമായും